നമുക്ക് ഓണമുറ്റത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ കുറച്ച് വരി തന്നിട്ട് അതിൻ്റെ അർത്ഥ സൂചനകൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓണപ്പാട്ടുകളോടും ഓണത്തോടും പുതുതലമുറയ്ക്കുള്ള കാഴ്ചപ്പാട്, അതുപോലെ തന്നെ പുള്ളുവൻ പാട്ടുകളൊന്നും ഇപ്പോൾ ഇല്ല അല്ലേ, സിനിമാ പാട്ടുകളാണ് അതിൻ്റെ സ്ഥാനങ്ങളൊക്കെ അപഹരിച്ചു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഓക്കെ. പിന്നെ പുള്ളുവനും പുള്ളുവൻ പാട്ടും അവഗണിക്കപ്പെടുന്നത്, അതുപോലെ തന്നെ പഴയ സംസ്കാരങ്ങളെ പിന്തള്ളുകയും പരിഹസിക്കുകയും ചെയ്യുന്ന പുതുതലമുറ, അതൊക്കെയാണ് ഇവിടെ വേണ്ടത് കേട്ടോ. അതൊക്കെയാണ് ഈ വരികളുടെ അർത്ഥം. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ഓണത്തെ വരവേൽക്കാനായി നിൽക്കുന്ന പ്രകൃതിയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് കേട്ടോ. ഓക്കെ. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഉപന്യാസം ആക്കാനാണ് കേട്ടോ. വയലോപ്പിള്ളി കവിതയിലെ കേരളീയത. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രകൃതി എങ്ങനെയൊക്കെയാണ് മാവേലിയെ എതിരേൽക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ വരികൾ വളരെ വിശദീകരിച്ച് എഴുതിയാൽ മതി. ഓക്കെ. ഇത് ഉപന്യാസമാണ്. മലയാളിയുടെ മാറുന്ന ഓണസങ്കല്പം. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ടോപ്പിക്കാണ് അല്ലേ. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതുപോലെ വരി തന്നിട്ട് ഇതിൻ്റെ വർണ്ണിച്ചതിൻ്റെ ഭംഗി കണ്ടെത്തി വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ. അപ്പം ചുവന്ന തൊടുത്ത് ഓണക്കോടി എടുത്ത നാണത്തോടെ ചുവന്ന വിരലുകളാൽ ചങ്ങലവട്ടയിൽ തിരുനാളം നീട്ടുന്ന ഗ്രാമപ്പെൺകിടാവായി ഓണപ്പുലരിയെ വർണ്ണിച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ. പിന്നെന്താണ്, മലനിരകളെ ചങ്ങലവട്ടയായും സൂര്യനെ അതിൻ്റെ ഇടയിൽ തെളിയുന്ന ദീപനാളമായും വർണ്ണിക്കുന്നുണ്ട്. ഉദയ സൂര്യനാകുന്ന വിളക്കിൻ്റെ നാളം അല്ലമൊന്നുയർത്തി നാണത്താൽ തൊടുത്തു കവികളുടെ ഉഷസ് ഒരുങ്ങി നിൽക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നാണത്താൽ ഉഷസ് ഒരുങ്ങി നിൽക്കുകയാണ് ഇവിടെ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഓണമുറ്റത്ത് നിന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ.